ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുരുമ്പക്കാവിൽ പ്രതീകാത്മക കാവുതീണ്ടൽ നടന്നു. മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി കാവുതീണ്ടിയത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ അവശനിലയിൽ കണ്ടെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് ഇന്ന് രാവിലെ മുതൽ എണ്ണപ്പനത്തോട്ടത്തിലും പുഴയിലുമായി അവശനിലയിൽ കണ്ടെത്തിയത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ കാർബൺ തുല്യത റിപ്പോർട്ടിംഗ് സർവേ ആരംഭിച്ചു. തൃശൂർ ജില്ലയിൽ കാർബൺ തുല്യത റിപ്പോർട്ടിംഗ് സർവേ തയ്യാറാക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് ശ്രീനാരായണപുരം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുരുമ്പക്കാവിൽ പ്രതീകാത്മക കാവുതീണ്ടൽ നടന്നു. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ദേവീക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി കാവുതീണ്ടിയത്. ചെറുഭരണി കൊടിയേറ്റത്തിന് ശേഷം കുംഭമാസത്തിലും മീനമാസത്തിലുമായി 2 അശ്വതി നാളുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇന്നുൾപ്പെടെ 2 കാവുതീണ്ടലുകൾ നടക്കുന്നത്. ആദ്യ അശ്വതി നാളായ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഉള്ളിൽ അത്താഴ പൂജയടക്കം പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചു. തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ കിഴക്കേ നടയിലെ നിലപാട് തറയിൽ എഴുന്നള്ളി. കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തിയതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും വലം വെച്ച് കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കി. 13 വർഷം മുൻപാണ് ഇത്തരത്തിൽ 2 കാവുതീണ്ടൽ നടന്നിട്ടുള്ളത്. മീനമാസത്തിലെ തിരുവോണ നാളായ ഏപ്രിൽ 4-ന് കോഴിക്കല്ലുമൂടലും അശ്വതി നാളായ 9-ന് തൃച്ചന്ദന ചാർത്ത് പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും. ഭരണി നാളായ 10-ന് ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെയാണ് ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അതിരപ്പള്ളി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ അവശനിലയിൽ കണ്ടെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് ഇന്ന് രാവിലെ മുതൽ എണ്ണപ്പനത്തോട്ടത്തിലും പുഴയിലുമായി അവശനിലയിൽ കണ്ടെത്തിയത്. രാവിലെ പുഴയിൽ നിന്നും കയറി വന്ന ഗണപതി നടക്കാനാവാതെ പ്ലാന്റേഷൻ തോട്ടത്തിൽ അവശനിലയിൽ കിടക്കുന്നത് നാട്ടുകാരാണ് കണ്ടെത്തിയത്. ആളുകളുടെ ബഹളം കേൾക്കുമ്പോൾ കുറച്ചു ദൂരം നടക്കുകയും വീണ്ടും കിടക്കുന്നത് കണ്ട് നാട്ടുകാർ DFO R ലക്ഷ്മിയെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെയും ഏഴാറ്റുമുഖം സ്റ്റേഷനിലെയും വനപാലകർ എത്തി പരിശോധന നടത്തി. വനപാലകരുടെ നിരീക്ഷണത്തിൽ ആനയ്ക്ക് എരണ്ടകെട്ട് ആകാൻ സാധ്യതയുണ്ടെന്നും തുടർച്ചയായി ആനയെ നിരീക്ഷിച്ചതിന് ശേഷം കൂടുതൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആനയ്ക്ക് മതിയായ ചികിത്സ നൽകുമെന്നും ഏഴാറ്റുമുഖം റേഞ്ച് ഓഫീസർ നിധിൻ പറഞ്ഞു. കുറച്ചു നാളുകളിലായി വെറ്റിലപ്പാറയിലെയും പ്ലാന്റേഷൻ മേഖലയിലെയും ജനവാസ മേഖലയിൽ ഗണപതി എത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ്. ആനയുടെ ശല്യം കൂടിയതിനാൽ കാർഷിക വിളകളിൽ വിഷം വെച്ചത് കഴിച്ചതാണോ ആന അവശനിലയിലാകാൻ കാരണമെന്നും സംശയമുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ കാർബൺ തുല്യത റിപ്പോർട്ടിംഗ് സർവേ ആരംഭിച്ചു. സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ തൃശൂർ ജില്ലയിൽ കാർബൺ തുല്യത റിപ്പോർട്ടിംഗ് സർവേ തയ്യാറാക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് ശ്രീനാരായണപുരം. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മുഖാന്തരം വർദ്ധിച്ചുവരുന്ന താപനിലയും പ്രവചനാതീതമായ മഴയും മാനവരാശിയുടെ നിത്യജീവിതത്തെ താളം തെറ്റിക്കുന്നതിലൂടെ ജീവജാലങ്ങളുടെ നാശത്തിനും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും കാരണമാകും. ഹരിതഗൃഹ വാഹനങ്ങളുടെ പുറന്തള്ളലിലൂടെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിയന്ത്രിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാൻ 3-ാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നു. ഊർജോൽപാദനം, നിർമ്മാണ മേഖല, ഗതാഗതം, കൃഷി, കന്നുകാലി വളർത്തൽ, ഭൂവിനിയോഗം, വ്യാവസായികം, മാലിന്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ പഠനം നടത്തി ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കണ്ടെത്തുന്നതിന് 21 വാർഡുകളിലും ഫീൽഡ് സർവേ നടത്തുന്നതിനും GIS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കാർബൺ ശേഖരണത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിനും വേണ്ടി 5.5 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതി IRTCയാണ് ഗ്രാമപഞ്ചായത്ത് നോഡൽ ഏജൻസിയായി ചുമതലപ്പെടുത്തിയത്. സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ സീറോ കാർബൺ യാഥാർത്ഥ്യമാക്കുന്നതിനായി വാർഷിക പദ്ധതിയിൽ ഹ്രസ്വകാല, ദീർഘകാല, ബഹുവർഷ പദ്ധതികളും നടപ്പിലാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുന്നത്. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി സഹകരിച്ച് കാവ്, കുളം, തീരദേശ ജൈവ കവചം, ഫലവൃക്ഷങ്ങൾ, കണ്ടൽ വ്യാപനം, ജലാശയങ്ങൾ ശുചീകരിക്കൽ,
കൃഷി, സൗരോർജ്ജ മേൽക്കൂര സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു. 2030 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കാലാവസ്ഥാ വർധനവിനെ തടഞ്ഞു നിർത്താനുള്ള ലോക രാഷ്ട്രങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായുള്ള സുസ്ഥിര വികസനം പ്രാവർത്തികമാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ MK ജയരാജ്, സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, സുഗത ശശിധരൻ, ജോയിന്റ് ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് PM ഷഫീഖ്, MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ A ബിജു, സീനിയർ സയന്റിസ്റ്റ് IRTC ആനന്ദ് സെബാസ്റ്റ്യൻ, കുസാറ്റ് ഡയറക്ടർ ഡോക്ടർ S അഭിലാഷ്, ഡോക്ടർ N ഷാജി എന്നിവർ മോഡറേറ്ററായി. മാലിന്യം സെക്ടർ ഡോക്ടർ PN ദാമോദരൻ, കൃഷി, കന്നുകാലി വളർത്ത, ഭൂവിനിയോഗം എന്നീ സെക്ടറുകൾ ഡോക്ടർ ഹനീഷ് മുഹമ്മദ് CH, ഊർജ്ജം, വ്യവസായം എന്നീ മേഖലകൾ ഡോക്ടർ ശ്രീജിത്ത് MS, ഗതാഗതം രഞ്ജിത്ത് ആർ നായർ എന്നിവർ ക്ലാസ് നയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ജയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ്, സെക്രട്ടറി രഹന P ആനന്ദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർങ്ങധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി, വാർഡ് മെമ്പർ ശീതൽ TS, കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, NM ശ്യാംലി തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ 36 പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനവും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. EK നായനാർ സ്മാരക മന്ദിരത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഉൾപ്പെടെ 26 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വനിതാ ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകൻ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടകര. ദേശീയപാത ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചിറങ്ങരയിൽ MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം ഇവിടെ ദേശീയപാതയിലെ ടാർ ഉരുകിയൊലിച്ച് തോട് പോലെ കിടക്കുകയാണ്. ഇതുമൂലം സ്ഥിരം വാഹന അപകടമാണ്. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ തെന്നിമറയുന്ന അവസ്ഥയാണ്. നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഇനിയൊരു അപകടം ഇവിടെ ഇല്ലാതിരിക്കുവാൻ അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരം കാണാമെന്ന് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനിയും പലപ്പോഴും ഉറപ്പു നൽകിയിട്ടും പ്രശ്നത്തിൽ നടപടി എടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കൊരട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരപ്പടൻ, ഗ്രേസിസ് കറിയ, പോൾസി ജിയോ, ചാക്കപ്പൻ പോൾ, വർഗീസ് പയ്യപ്പള്ളി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷ് സെബാസ്റ്റ്യൻ, VK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. MLA അടക്കമുള്ളവരെ കൊരട്ടി SI ഷിഹാബ് കുട്ടശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. വിവാഹ ദിനത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രതിശ്രുത വരൻ 4.5 മാസത്തിനു ശേഷം മരിച്ചു. എടവിലങ്ങ് കാര ചാണാശ്ശേരി സത്യന്റെ മകൻ 33 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. സുജിത്തും എറണാകുളം നായരമ്പലം സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള വിവാഹം നടക്കാനിരുന്ന 2023 ഒക്ടോബർ 22-നായിരുന്നു അപകടം. രാവിലെ 10-നായിരുന്നു മുഹൂർത്തം. അന്നേ ദിവസം പുലർച്ചെ 5:30 മണിയോടെ അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചാണ് അപകടമുണ്ടായത്. മത്സ്യം വാങ്ങാൻ ബൈക്കിൽ അഴീക്കോട് ചെട്ടിയിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുജിത്ത് 4.5 മാസത്തിനിടെ 6ഓളം ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. കടുത്ത വേനലിന്റെ അതികഠിനമായ പൊതുജനങ്ങൾക്ക് വറ്റുന്നവർക്ക് ആശ്വാസമായി അഷ്ടമിത്ര സർവീസ് സഹകരണ ബാങ്ക് തണ്ണീർ പന്തൽ ഒരുക്കി. ബാങ്ക് അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന തണ്ണീർ പന്തൽ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. തണ്ണീർ പന്തലിൽ ദാഹജലത്തിനൊപ്പം സംഭാരം, തണ്ണിമത്തൻ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗം KV രഘുരാജ്,
ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗം KV രഘു, രാജൻ നെടുമുറി, ഡയറക്ടർമാരായ AK ബാബു, TK ശിവജി, ബീന, സാബു ജോണി കോക്കാട്ടിൽ, ജോർജ് നെല്ലിശ്ശേരി, സജിത ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുത ഉപയോഗം വർദ്ധിച്ചത് KSEBയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയുള്ള പ്രശ്നപരിഹാരം സർചാർജ് കൂട്ടലിലേക്കും നീങ്ങും. വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ 5000-ലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിന് ആവശ്യമുള്ളത്. കഴിഞ്ഞ ദിവസം 5031 മെഗാവാട്ട് എന്ന സർവ്വകാല റെക്കോർഡിലും എത്തി. 1600 മെഗാവാട്ടാണ് കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം. വൈദ്യുത കരാറുകളിലൂടെ 1200 മെഗാവാട്ട്, ജലവൈദ്യുത പദ്ധതികളിലെ ഉത്പാദനം 1600 മെഗാവാട്ട്, അങ്ങനെ ആകെ മൊത്തം 4400 മെഗാവാട്ട്. ഇത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം അനിയന്ത്രിതം. KSEB പ്രതിസന്ധിയിൽ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1,20,000 രൂപ ചെലവിട്ട് 21 പേർക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാഖ്, അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സിബിൻ അമ്പാടി, ജിനൂബ് അബ്ദുറഹ്മാൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, VB പ്രഭിത എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിൽ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. എടത്തുരുത്തി പൈനൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം ചൂലു CTV സെന്റർ, സർദാർ വായനശാല പരിസരം, ചന്ദ്രാപ്പനി ഹൈസ്കൂൾ പരിസരം, ചെളയങ്ങാട് പള്ളി, കയ്പമംഗലം, കമ്പനിക്കടവ്, കടപ്പുറം എന്നീ പ്രദേശങ്ങളിലും എത്തിയ ശേഷം എടവിലങ്ങിലേക്ക് പോയി. നേതാക്കളായ ET ടൈസൺ MLA, PM അഹമ്മദ്, TP രഘുനാഥ്, VK ജ്യോതി പ്രകാശ്, ഷീന വിശ്വൻ, AV സതീഷ്, CB അബ്ദുൾ സമദ്, KU അരുണൻ, മഞ്ജുള അരുണൻ, TK ചന്ദ്രബാബു, TV സുരേഷ്, BS ശക്തിധരൻ, MD സുരേഷ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പെരിഞ്ഞനം പൊന്മാനിക്കുടം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ CCTVകൾ സ്ഥാപിച്ചു. മുനയം റോഡിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3.5 ലക്ഷം രൂപ ചെലവിട്ട് 14 ക്യാമറകളാണ് പ്രവർത്തന സജ്ജമാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി ലീന, അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മുഹമ്മദ്, എക്സിക്യൂട്ടീവ് മെമ്പർ MK മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ CP ഉല്ലാസ്, V ഉണ്ണികൃഷ്ണൻ, ബിന്ദു രവിശങ്കർ എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച 2024 കലാ സാംസ്കാരികോത്സവത്തിന് നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ഏപ്രിൽ അവസാനവും മെയ് ആദ്യവുമായി 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ദേശക്കാഴ്ചയുടെ ഭാഗമായി നാടകോത്സവം, നൃത്തോത്സവം, സംഗീതോത്സവം, വാദ്യോത്സവം, പൈതൃകോത്സവം, വേലവരവ്, കുട്ടികളുടെ വേനൽ മഴ ക്യാമ്പ്, കാർന്നൂര് കൂട്ടം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. 2003 മുതൽ ഗ്രാമികയുടെ വാർഷികത്തോടനുബന്ധിച്ച് ദേശക്കാഴ്ച എന്ന പേരിൽ നടന്നു വരുന്ന കലാ സാംസ്കാരികോത്സവം കഴിഞ്ഞ വർഷം മുതലാണ് പഞ്ചായത്തുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണവുമുണ്ട്. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ പരിപാടിയുടെ രൂപരേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, അംഗങ്ങളായ ഷൈനി തിലകൻ, മിനി പോളി, TV ഷാജു, ഓമന ജോർജ്, VK ശ്രീധരൻ, ബാബു P തോമസ്, KC ഹരിദാസ്, EK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. KSRTCയുടെ പുതിയ അന്തർ സംസ്ഥാന ബസ് സർവീസ് കൊടുങ്ങല്ലൂരിൽ നിന്നും ആരംഭിച്ചു. വടക്കേനടയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA കൊടുങ്ങല്ലൂർ കോയമ്പത്തൂർ ബസ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ KR ജൈത്രൻ, അലീമ റഷീദ്, KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, യൂണിറ്റ് ഇൻചാർജ് PA ദിലീപ് കുമാർ, സ്റ്റേഷൻ മാസ്റ്റർ PR രമേഷ്, PA ഷൈൻ, KK ജയൻ, TG ഷാജി കുമാർ എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക MK ഡെയ്നി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MM ഗോപാലൻ, CD CB, BRC കോർഡിനേറ്റർമാരായ ഫേബ ടീച്ചർ, ജൂണി ടീച്ചർ, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPT പ്രസിഡന്റ് മഞ്ജുഷ, SMC പ്രസിഡന്റ് സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ പഠന മികവുകൾ അവതരിപ്പിച്ചു. വടമ അത്തക്കുടത്ത് ഗോവിന്ദനമ്മാവൻ കുട്ടിലിൽ കളമ്പാട്ട്, ഗുരുതി കലശം, ദീപാരാധന, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ശ്രീധനക്കാവ് വെളിച്ചപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളാങ്കുളം പഞ്ചായത്ത് കമ്മിറ്റി കോണത്തുകുന്ന് സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PK ഡേവിസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കുരുമ്പക്കാവിൽ പ്രതീകാത്മക കാവുതീണ്ടൽ നടന്നു. മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രതീകാത്മകമായി കാവുതീണ്ടിയത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടുകൊമ്പനെ അവശനിലയിൽ കണ്ടെത്തി. ഏഴാറ്റുമുഖം ഗണപതി എന്ന വിളിപ്പേരുള്ള കാട്ടുകൊമ്പനെയാണ് ഇന്ന് രാവിലെ മുതൽ എണ്ണപ്പനത്തോട്ടത്തിലും പുഴയിലുമായി അവശനിലയിൽ കണ്ടെത്തിയത്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ കാർബൺ തുല്യതാ റിപ്പോർട്ടിംഗ് സർവേ ആരംഭിച്ചു. തൃശൂർ ജില്ലയിൽ കാർബൺ തുല്യതാ റിപ്പോർട്ടിംഗ് സർവേ തയ്യാറാക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ് ശ്രീനാരായണപുരം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.